നമസ്കാരം. ഇസ്രായേലിലേക്ക് ഹമാസ് നൂറുകണക്കിന് മിസൈലുകൾ തൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഹിസ്ബുള്ള അയക്കുന്ന മിസൈലുകൾ, ഇറാൻ അയക്കുന്ന മിസൈലുകൾ, ഇതെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ ആകാശത്ത് വെച്ച് അല്ലെങ്കിൽ സൗദി അറേബ്യയുടെ ആകാശത്ത് വെച്ച് ഒക്കെ തകർത്ത് തരിപ്പണമാക്കുന്നത് നമ്മൾ കണ്ടതാണ്. അന്ന് നമ്മൾ അന്തം വിട്ടിരിക്കുകയായിരുന്നു ചെയ്തത്. അതായത് ഇങ്ങനെയും ഇസ്രായേലിന് കഴിവുണ്ടായിരുന്നു. ഇസ്രായേലിൻ്റെ അയൺ ഡോമിനെ കുറിച്ചൊക്കെ നമ്മൾ വല്ലാത്ത രീതിയിൽ വാഴ്ത്തിപ്പാടുന്ന സമയമായിരുന്നു. നമ്മുടെ രാജ്യത്തേക്ക് ഇങ്ങനെ നൂറുകണക്കിന് മിസൈൽ വർഷം ഉണ്ടായാൽ നമുക്കിങ്ങനെ തടുക്കാൻ കഴിയുമോ എന്ന് നമുക്കന്ന് സംശയമായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സംവിധാനമുണ്ട് എന്ന് എത്ര പേർക്ക് അറിയാമായിരുന്നു. പക്ഷേ ആ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞു തുടങ്ങിയത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെയാണ്. അതായത് ഇന്ത്യക്ക് ഇത്ര വളരെ കൃത്യമായ രീതിയിൽ ഇത്ര കാര്യക്ഷമതയുള്ള ഒരു മിസൈൽ വ്യോമ പ്രതിരോധ സംവിധാനം ഉണ്ട് എന്ന് രാജ്യത്തെ ജനങ്ങൾ തന്നെ മനസ്സിലാക്കിയത് പാകിസ്ഥാൻ ഇങ്ങോട്ടേക്ക് മിസൈൽ അയക്കുകയും ഈ പാകിസ്ഥാൻ്റെ ഡ്രോണുകളെയും മിസൈലുകളെയും എല്ലാം ആകാശത്ത് വെച്ച് ഇന്ത്യ നിഷ്പ്രഭമാക്കുകയും ചെയ്തപ്പോഴാണ്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല പാകിസ്ഥാൻ്റെ കഥ. പാകിസ്ഥാൻ ഇടയ്ക്കിടയ്ക്ക് വീമ്പിളക്കുമായിരുന്നു. ഇന്ത്യക്ക് എത്ര തന്നെ മിസൈലുകൾ ഉണ്ടായാലും ഞങ്ങളതിനെ കാര്യക്ഷമമായി പ്രതിരോധിക്കും. കാരണം ചൈന നമുക്ക് HQ-9 എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധമായ വ്യോമ പ്രതിരോധ സംവിധാനം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യയെ ഭയപ്പെടുത്തുക എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ ഉദ്ദേശം. ചൈന എന്ന് പറഞ്ഞാൽ വലിയ രാജ്യമാണ്. തീർച്ചയായും ഇന്ത്യയോട് സൈനികമായി കിടപിടിക്കാൻ കഴിയുന്ന രാജ്യമാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. പാകിസ്ഥാനെ 3-4 മണിക്കൂറുകൾ കൊണ്ട് ഇന്ത്യക്ക് അടിച്ചൊതുക്കാൻ സാധിക്കും. പക്ഷേ അങ്ങനെയല്ല. ചൈന ഒരു വലിയ സംവിധാനം തന്നെ, ലോകപ്രശസ്തമായ HQ-9 എന്ന വ്യോമ പ്രതിരോധ സാധനം നമുക്ക് തന്നിട്ടുണ്ട്. പാകിസ്ഥാനിലേക്ക് എവിടെ നിങ്ങൾ മിസൈൽ അയച്ചാലും അത് ലക്ഷ്യസ്ഥാനത്ത് പതിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പാകിസ്ഥാൻ വീമ്പിളക്കുമായിരുന്നു. പാകിസ്ഥാന് വ്യോമ പ്രതിരോധ സംവിധാനം ഉണ്ടെന്ന് അവർ എപ്പോഴും പറയുമായിരുന്നു. മാത്രമല്ല, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു സംഘർഷത്തിൻ്റെ സാഹചര്യം ഉരുണ്ടുകൂടിയാൽ പോലും ആണവായുധം ഞങ്ങൾ പ്രയോഗിച്ചു കളയും എന്ന് പാകിസ്ഥാൻ ഇങ്ങനെ വലിയ രീതിയിൽ വീമ്പിളക്കുമായിരുന്നു. ആ വീമ്പിളക്കൽ പാകിസ്ഥാന് തന്നെ അപകടമാകുന്നതാണ് നമ്മൾ കണ്ടത്. കാരണം ഈ സൈനിക നടപടി ആരംഭിച്ച് 2-ാം ദിവസം തന്നെ ലോക പ്രശസ്തമായ ഈ HQ-9 എന്ന വ്യോമ പ്രതിരോധ സംവിധാനത്തെ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കി. പിന്നീട് മിസൈലുകളുടെ ഒരു വർഷം തന്നെയായിരുന്നു പാകിസ്ഥാനിലേക്ക് നമ്മൾ കണ്ടത്. അതായത് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകളും സ്കാൽപ്പ് മിസൈലുകളുമെല്ലാം പാകിസ്ഥാനെ ലക്ഷ്യമാക്കി ചീറിപ്പായുന്നത് നമ്മൾ കണ്ടു. ഈ വ്യോമ പ്രതിരോധ സംവിധാനം തകർക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യ 9 ഭീകര കേന്ദ്രങ്ങളിലേക്ക് അയച്ച മിസൈലുകളെല്ലാം ലക്ഷ്യം കണ്ടു. അതായത് ചൈന പാകിസ്ഥാന് നൽകിയ HQ-9 എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായ വ്യോമ പ്രതിരോധ സംവിധാനം കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് പാകിസ്ഥാന് അപ്പോഴാണ് മനസ്സിലായത്. ഇന്ത്യൻ മിസൈലുകളെ തടുക്കാൻ അവയ്ക്ക് കഴിവില്ല എന്ന് അപ്പോൾ തന്നെ പാകിസ്ഥാന് ബോധ്യമായി. ഇന്ത്യയുടെ ബ്രഹ്മോസ് പോലെയുള്ള മിസൈലുകളെ ഈ വ്യോമ പ്രതിരോധ സംവിധാനം എങ്ങനെ തടുക്കാനാണ് എന്ന് ചൈന തന്നെ കഴിഞ്ഞ ദിവസം സമ്മതിക്കുന്ന സാഹചര്യവും ഉണ്ടായി. അതുകൊണ്ട് തന്നെ ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ പാകിസ്ഥാന് ഇപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ നടത്താനിടയായ സാഹചര്യത്തെക്കുറിച്ചും എങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ എന്നതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം ലോകരാജ്യങ്ങൾക്ക് നൽകാനായി ഇന്ത്യ പലതരത്തിലുള്ള പാർലമെൻ്ററി സംഘങ്ങളെ പല രാജ്യങ്ങളിലേക്കും അയച്ചിട്ടുണ്ടായിരുന്നു. ഈ മാതൃക പിന്തുടർന്ന് ഇതിനെ കോപ്പി അടിച്ചുകൊണ്ട് പാകിസ്ഥാനും 1-2 സംഘങ്ങളെ പല രാജ്യങ്ങളിലേക്കും അയച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഇങ്ങനെ അമേരിക്കയിലേക്ക് എത്തിയ പാകിസ്ഥാൻ സംഘം അമേരിക്കൻ ഉദ്യോഗസ്ഥരോട് തങ്ങൾക്ക് അത്യാധുനികമായ അല്ലെങ്കിൽ ഇന്ത്യൻ മിസൈലുകളെ തടുക്കാൻ പറ്റിയ വ്യോമ പ്രതിരോധ സംവിധാനം, അത്യാധുനിക സാങ്കേതിക വിദ്യ ഇതൊക്കെ പാകിസ്ഥാന് നൽകണം എന്ന് അമേരിക്കൻ അധികൃതരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ സംഘത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തി. അതായത് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ ചെയർമാനും അതുപോലെ തന്നെ മുൻ വിദേശകാര്യ മന്ത്രിയുമായ ബിലാവൽ ഭൂട്ടോയുടെ നേതൃത്വത്തിൽ ഒരു 13-അംഗ സംഘം അമേരിക്കയിലേക്ക് പോയിരുന്നു. അതിൽ അംഗമായിട്ടുള്ള പാകിസ്ഥാൻ്റെ മന്ത്രി മുസാദിഖ് മാലിക്കാണ് ഇങ്ങനെ ഒരു ആവശ്യം അമേരിക്കയ്ക്ക് മുന്നിൽ വച്ചത്. അതായത് നിങ്ങൾ കണ്ടുവല്ലോ ഇന്ത്യ എങ്ങനെയാണ് ഞങ്ങളെ ആക്രമിച്ചതെന്ന്. 80-ലധികം യുദ്ധവിമാനങ്ങൾ അവർ ഉപയോഗിക്കുന്നു. 500-ലധികം മിസൈലുകൾ അവരുടെ പക്കലുണ്ട്. ഈ മിസൈലുകളെല്ലാം പാകിസ്ഥാന് വ്യോമ പ്രതിരോധ സംവിധാനം ഇല്ല എങ്കിൽ പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കി കളയും. 16,000-ലധികം സ്കൂൾ കുട്ടികളെ ഈ പറയുന്ന സ്കൂൾ ബിൽഡിങ്ങുകളുടെ അകത്തുനിന്നും അല്ലെങ്കിൽ അടിയിൽ നിന്നും നമുക്ക് കുഴിച്ചെടുക്കേണ്ടി വരും. ഇതൊക്കെ തടയാനായി പാകിസ്ഥാന് വ്യോമ പ്രതിരോധ സംവിധാനം വേണം. കാരണം ഇന്ത്യ ജനവാസ കേന്ദ്രങ്ങളിലാണത്രേ ഈ ആക്രമണം നടത്തിയത്. അതുകൊണ്ട് ഇതിനെ തടുക്കാൻ തീർച്ചയായും ഞങ്ങൾക്ക് വ്യോമ പ്രതിരോധ സംവിധാനം തന്നേ തീരൂ. അത് ഞങ്ങൾക്ക് തരൂ. നിങ്ങളിൽ നിന്നും ഞങ്ങളത് വാങ്ങാൻ തയ്യാറാണ് എന്നാണ് അമേരിക്കയോട് ഈ പാകിസ്ഥാൻ മന്ത്രിയായിട്ടുള്ള മുസാദിഖ് മാലിക് ആവശ്യം ഉന്നയിച്ചത്. ഇന്ത്യയുടെ ദൗത്യ സംഘവും ആ സമയത്ത് പാകിസ്ഥാൻ്റെ ദൗത്യ സംഘവും അമേരിക്കയിൽ ഉണ്ടായിരുന്നു.
ആ സമയത്താണ് ഈ പാകിസ്ഥാൻ മന്ത്രിയുടെ ആവശ്യം. അതായത് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്കൂൾ കുട്ടികളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അമേരിക്കയോട് പാകിസ്ഥാൻ ഈ വ്യോമ പ്രതിരോധ സംവിധാനം ആവശ്യപ്പെടുന്നത്. അല്ലാതെ തീവ്രവാദ സംരക്ഷണ അല്ലെങ്കിൽ തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളെ സംരക്ഷിക്കണം എന്നതിലല്ല. ഇന്ത്യ ജനവാസ കേന്ദ്രങ്ങളിലല്ല ആക്രമണം നടത്തിയത് എന്ന് വളരെ വ്യക്തമാണ്. ഇന്ത്യ ആക്രമണം നടത്തിയത് ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ ഇ ത്വയ്ബയുടെയും അതുപോലെ തന്നെ ഹിസ്ബുൾ മുജാഹിദ്ദീൻ്റെയും ആസ്ഥാനങ്ങളിലേക്കാണ്, അവരുടെ ടെറർ നഴ്സറികളിലേക്കാണ്, അവരുടെ ഭീകര പരിശീലന കേന്ദ്രങ്ങളിലേക്കാണ്. ഈ കേന്ദ്രങ്ങളെ സംരക്ഷിക്കാനാണ് അമേരിക്കയോട് ഇപ്പോൾ പാകിസ്ഥാൻ വ്യോമ പ്രതിരോധ സംവിധാനം ആവശ്യപ്പെടുന്നത്. തീർച്ചയായും ഈ ആവശ്യത്തിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്: ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇന്ത്യൻ മിസൈലുകളെ തടുക്കാൻ കഴിയില്ല എന്ന് പാകിസ്ഥാൻ ഇപ്പോൾ തിരിച്ചറിയുന്നു. നേരെ മറിച്ചിട്ടാണ് പാകിസ്ഥാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ അത് തിരിച്ചറിയുന്നു. അതുകൊണ്ട് ഉപകാരപ്പെടുന്ന ഏതെങ്കിലും ഒരു സാങ്കേതിക വിദ്യ ഞങ്ങൾക്ക് തരണം. ഇന്ത്യ 80-ലധികം യുദ്ധവിമാനങ്ങളും 400-500-ഓളം വരുന്ന മിസൈലുകളും ഉപയോഗിക്കുന്നു. അത്യാധുനിക സാങ്കേതിക വിദ്യ അവർ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും കൊണ്ടുവരുന്നു. ഇത് അവരുടെ കൃത്യതയാർന്ന ആക്രമണത്തിന് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സാങ്കേതിക വിദ്യ ഞങ്ങൾക്കും തരണമെന്ന് ഇപ്പോൾ അമേരിക്കയോട് അപേക്ഷിച്ചിരിക്കുകയാണ്. തീർച്ചയായും ഇങ്ങനെ ഒരു ഡീൽ നാളെ നടന്നാലും അത്ഭുതപ്പെടാനില്ല. കാരണം അമേരിക്ക തന്നെ ഇന്ത്യയുടെ ആക്രമണത്തിന് ശേഷമാണ് അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അത്രമാത്രം കൃത്യതയാർന്ന ആക്രമണമാണ് ഇന്ത്യ നടത്തിയത്. ഇന്ത്യയുടെ സൈനിക ശേഷിയെക്കുറിച്ച് വലിയ ഒരു അഭിപ്രായം തന്നെ ഇപ്പോൾ എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയടക്കം അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ മാറ്റം വരുത്താനുള്ള തിരക്കിട്ട ശ്രമങ്ങൾ നടത്തുമ്പോഴാണ് പാകിസ്ഥാൻ അമേരിക്കയുമായി ഒരു ആയുധ കച്ചവടത്തിനുള്ള ഓഫറുമായി പോകുന്നത്. എന്തായാലും കച്ചവട തൽപരനാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹം പാകിസ്ഥാൻ ആയുധം നൽകുമോ എന്നറിയില്ല. ഇന്ത്യയോട് ആയുധങ്ങൾ വാങ്ങാൻ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ത്യ വാങ്ങിയില്ല എങ്കിൽ നാളെ പാകിസ്ഥാൻ അമേരിക്ക കൊടുത്തു എന്നുവിരിക്കും. എന്നിരുന്നാലും അമേരിക്കൻ ആയുധങ്ങളെ അടക്കം വെല്ലാനുള്ള സൈനിക ശേഷി ഇന്ന് ഇന്ത്യക്കുണ്ട് എന്ന ആത്മവിശ്വാസത്തിലാണ് ഭാരതം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.